ശ്രീ ടി ഐ മധുസൂദനൻ. സർ, നല്ല ടേക്ക് ഓഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ധനകാര്യ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത്. അധിക വരുമാനത്തിന് വകുപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒന്ന് ഈ സഭയിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഇതിലേറ്റവും പ്രധാനം GST വകുപ്പിന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും കണ്ണൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് കുറച്ച് നാളായി അവിടെ GST ഭവൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? വൈഫ് GST കമ്മീഷണറാ, അത് പറയാൻ പാടില്ല. സാർ, ഈ ടാക്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം പ്രത്യേക പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം GSTയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഈ വർഷം തന്നെ എനിക്കൊന്നിപ്പം എൻ്റെ ഓർമ്മ 37 വാഹനങ്ങൾക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു കഴിഞ്ഞു. ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം എന്ന് മാത്രമല്ല സാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ആയാലും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വാഹനത്തിന് ഈ ഫൈനൽ ടൈമിൽ തന്നെ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മൾ അനുവാദം കൊടുക്കുന്നു. 100 കോടി രൂപ അധികം വെച്ചിരുന്നത് വാഹനങ്ങൾ, കാരണം 15 വർഷമായ വാഹനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പണം നമ്മൾ പ്രത്യേകം ബഡ്ജറ്റ് വെച്ചിരുന്നു. എല്ലാ ടാക്സ് ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രയോറിറ്റി കൊടുക്കും. കണ്ണൂരിലെ GST ഓഫീസിൻ്റെ ഒരു പ്രശ്നം, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് GST ഓഫീസ് പണിയുന്നതിൻ്റെ നേരത്തെ തന്നെ തീരുമാനിച്ചാണ്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓർഡറുകൾ പോയിട്ടുണ്ട്.